നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. UN ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് UN-ന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ രൂപീകരണ പശ്ചാത്തലമാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് 1945 രൂപീകരിക്കപ്പെടുന്നത്. ഒക്ടോബർ 24 അല്ലെ, UN ദിനം ഒക്ടോബർ 24 നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ രണ്ടാം ലോക യുദ്ധത്തെ തുടർന്ന് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആഗോളതലത്തിൽ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു കാലം തന്നെയായിരുന്നു ഈ ലോകയുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പലതരത്തിലുള്ള നാശനഷ്ടങ്ങള്, ലോകത്തെ ആഴത്തില് ബാധിച്ചിട്ടുള്ള കുറെ നാശനഷ്ടങ്ങള് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സമാധാനവും മനുഷ്യന്റെ അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ UN ചാർട്ടറിന്റെ ഒരു പ്രിയാമ്പിളില് ആമുഖത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളിലുള്ള വിശ്വാസം എന്നതാണ് ആ ഒരു വാചകം. അത് വ്യക്തമാക്കുന്നത് മനുഷ്യനായി ജനിക്കുന്നതിലൂടെ തന്നെ ലഭ്യമാകേണ്ട കുറെ അവകാശങ്ങളുണ്ട്. അത് ഒരു ശക്തിക്കും നിഷേധിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യാവകാശങ്ങളിലെ UN-ന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുക, ജാതി, മതം, ലിംഗം, ഭാഷ തുടങ്ങിയ കാര്യങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും പാടില്ല. അത്തരം വിവേചനങ്ങളെ ഇല്ലായ്മ ചെയ്യുക. അതുപോലെ അന്താരാഷ്ട്ര സമാധാനവും സഹകരണവും ഒക്കെ ഉറപ്പുവരുത്തുക. UN-ലെ അംഗരാജ്യങ്ങളുടെ എല്ലാം തന്നെ മനുഷ്യാവകാശ അംഗരാജ്യങ്ങളെയൊക്കെ തന്നെ മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു അവരുടെ രൂപീകരണത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഇനി പ്രധാനപ്പെട്ട മനുഷ്യാവകാശ രേഖയായിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ UDHR അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1948 ഡിസംബർ 10 UN-ന്റെ ജനറൽ അസംബ്ലി ഈ ഒരു മനുഷ്യാവകാശ രേഖ, മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിക്കുന്നത്. 30 ആർട്ടിക്കിളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനുള്ളത്. എല്ലാ മനുഷ്യർക്കും സമാനമായിട്ടുള്ള അവകാശങ്ങളാണ് ഇത് ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഇത് നിയമപരമായിട്ട് ഒരു നിയമസാധുത അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ജസ്റ്റീഷ്യബിൾ ഒന്നും അല്ല എങ്കിൽ പോലും മനുഷ്യാവകാശങ്ങളുടെ ഒരു ആഗോള രേഖയാണ് ഇത്. ഇപ്പൊ ഡിസംബർ 10 ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട ഉടമ്പടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് ICCPR ജീവന്, അതുപോലെ നമ്മുടെ സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ ആശയം പ്രകടിപ്പിക്കുന്നതിനുള്ള ആശയപ്രകാശനത്തിനുള്ള സ്വാതന്ത്ര്യം, പൗര രാഷ്ട്രീയ അവകാശങ്ങൾ, ഇന്റർനാഷണൽ കവനന്റ് ഓൺ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്, വിദ്യാഭ്യാസം, തൊഴില്, ആരോഗ്യം തുടങ്ങിയ സാമൂഹിക ആവശ്യങ്ങളെയൊക്കെ തന്നെ ഇവര് അംഗീകരിക്കുന്നുണ്ട്. അപ്പോ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്, ഈ കവനന്റും അതുപോലെ ഈ ബിൽ ഓഫ് റൈറ്റ്സും ചേർത്തിട്ടാണ് നമുക്ക് ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിൽ പിന്നീട് ചേർക്കപ്പെടുന്നത്. ഇനി UN-ന്റെ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണ്. UNHRC അത് 2006 സ്ഥാപിതമാകുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കുകയാണ് ഈ ഒരു കൗൺസിലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ UPR ഇത് ഇവർ നടത്തുന്നുണ്ട്. അതായത് പീരിയോഡിക്കലായിട്ട് ഇവര് ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തുന്നു. അതിന്റെ ഒരു റിലീസ് അവര് പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തേതാണ് ഓഫീസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണേഴ്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, അതായത് OHCHR. ഈ OHCHR-ഉം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടു അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം അംഗരാജ്യങ്ങൾക്ക് അതിനുള്ള സാങ്കേതിക സഹായമൊക്കെ നൽകുന്നതിനുള്ള ഒരു സംഘടനയാണ് OHCHR എന്ന് പറയുന്നത്. ഇനി UN-ന്റെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, അതുപോലെ ലോകത്ത്
അരങ്ങേറുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുക, അതിനുള്ള അന്വേഷണ കമ്മീഷനുകളെ ചുമതലപ്പെടുത്തുക, നിയോഗിക്കുക, അതിനുവേണ്ട ശുപാർശകളൊക്കെ നൽകുക, റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുക, അഭയാർത്ഥി സംരക്ഷണം, വനിതകളുടെയും കുട്ടികളുടെയും ഒക്കെ അതുപോലെ ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഇതെല്ലാം തന്നെ ഇതിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി മനുഷ്യാവകാശങ്ങൾ നമുക്ക് ആഗോളതലത്തിൽ ഒരു പ്രാധാന്യമുള്ള വിഷയമാക്കാൻ UN വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടത് ഈ UN രൂപീകരണത്തോടു കൂടിയാണ്. ദുർബല വിഭാഗങ്ങളുടെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ UN നടത്തി. എങ്കിലും UN പ്രവർത്തനത്തിൽ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ അംഗരാജ്യങ്ങളുടെ സഹകരണം ഇല്ലാതെ ഇത്തരം നടപടികളൊക്കെ ബലഹീനമാകും. പ്രത്യേകിച്ച് ചില രാഷ്ട്രങ്ങളൊക്കെ ആണെങ്കിലും ഒരു ധാർഷ്ട്യത്തോടു കൂടി, ഇപ്പൊ അമേരിക്ക പോലെയുള്ള ഫ്രാൻസിനെയൊക്കെ പോലെയുള്ള സാമ്പത്തിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ പലപ്പോഴും UN താക്കീതുകൾക്കൊന്നും ഒരു കാര്യമായിട്ടുള്ള വാല്യൂ ഒന്നും നൽകാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ UN ശിഥിലമാക്കുന്ന അല്ലെങ്കിൽ UN പവർ കുറയ്ക്കുന്നതാണ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഇതിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ചില ഇടപെടലുകൾ പലപ്പോഴും നീതി ലഭിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാറുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് UN രൂപീകരണവും UN പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.